ഹായ് ഹലോ വെൽക്കം ടു സോഹി സരീന. ഇത് 2 ആഴ്ച മുന്നേ എടുത്ത വീഡിയോ ആണ്. ഇപ്പോഴാണ് എനിക്ക് എഡിറ്റ് ചെയ്യാനും വോയിസ് ഓവറൊക്കെ കൊടുക്കാൻ സമയം കിട്ടിയത്. ഇത് നാഷണൽ ഡേൻ്റെ ഹോളിഡേയ്സിന് ഞങ്ങൾ അല്ലാലം പാലസിലേക്ക് പോയ വീഡിയോ ആണ്. കുറേ ആയി ഈ പാലസിലേക്ക് വരണം എന്നൊക്കെ വിചാരിക്കണേ, ഇപ്പോഴാണ് അതിൻ്റെ സമയം കിട്ടിയത്. നാഷണൽ ഡേ ആയതുകൊണ്ടാട്ടോ എല്ലാ ബിൽഡിങ്ങിൻ്റെയും അതുപോലെ മരത്തിൻ്റെ മുകളിലൊക്കെ ഇങ്ങനെ ഫ്ലാഗിൻ്റെ ലൈറ്റ് ഉള്ളത്. ആ സെൻറ്ററിൽ കാണുന്നതാണ് പാലസ്. പിന്നെ പാലസിൻ്റെ 2 സൈഡിലും കാണുന്നത് നീളത്തിലുള്ള വരാന്തയാണ്. നല്ല ഭംഗിയാട്ടോ കാണാൻ. രാത്രി കാണുമ്പോൾ വേറൊരു ഭംഗി, ചിലപ്പം പകൽ വേറൊരു ഭംഗിയായിരിക്കും. ഇനി ഒരു തവണ പകൽ വരണം, അപ്പോഴാണ് ഇതിൻ്റെ ബ്യൂട്ടി അറിയുള്ളൂ. പിന്നെ നല്ല രസമാണ് ഈ വരാന്തയിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ. ഞങ്ങൾ കുറച്ച് നേരം അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിയൊക്കെ കളിച്ച് അവിടുന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തായിരുന്നു. പിന്നെ പാലസിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് ആർക്കും കയറാൻ പറ്റില്ല, ഇവിടുത്തെ ഉള്ള ആൾക്കാർക്കും ഒന്നും കയറാൻ പറ്റില്ല കേട്ടോ. പിന്നെ ഈ പാലസിൻ്റെ ചുറ്റോറും നിറച്ച് മലകളാണ്. ഈ മലേൻ്റെ മുകളിലൊക്കെ ഓരോരോ ഫോർട്ടുകൾ. അതെന്തിനാ വെച്ച് കഴിഞ്ഞാൽ പണ്ട് കാലത്ത് ഈ പോർച്ചുഗൽ അങ്ങനത്തെ രാജ്യങ്ങളുടെയൊക്കെ ഇൻവേഷൻ തടയാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയതെന്നൊക്കെയാണ് കേട്ടോ പറയണത്. അപ്പം പിന്നെ പാലസിൻ്റെ ചുറ്റോറുള്ള കെട്ടിടങ്ങളൊക്കെ മിനിസ്ട്രീൻ്റെ തന്നെയാണ് കേട്ടോ. മിനിസ്ട്രീൻ്റെ പല പല ബിൽഡിങ്ങുകളാണ്. നല്ല ഗാർഡനും ഒക്കെയാണ് കേട്ടോ പാലസിൻ്റെ ഉള്ളിൽ കാണാൻ. പിന്നെ 2 സൈഡിൽ പീരങ്കിയൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ അവിടുത്തെ സെക്യൂരിറ്റി പറഞ്ഞ് തൊട്ട് ബാക്കിലുള്ള ഫോർട്ടിലേക്ക് നമുക്ക് കയറാൻ പറ്റും എന്നൊക്കെ. അപ്പം ഞങ്ങൾ അങ്ങോട്ടേക്കൊന്ന് പോകാമെന്ന് വിചാരിച്ചേ. ഇവനെ വിളിച്ചിട്ടാണെങ്കിൽ വരുന്നുണ്ടായിരുന്നില്ല, ഇവൻ അവിടെ കളിച്ചും കൊണ്ടേ ഇരിക്കുകയായിരുന്നു. നല്ല ഗാർഡനൊക്കെ ആയിരുന്നല്ലോ. അപ്പോൾ ഞങ്ങളങ്ങനെ ശരിക്കും പറഞ്ഞാൽ അങ്ങോട്ടേക്ക് കാറും കൊണ്ട് പോവാം. ഞങ്ങൾ നടന്നിട്ടാണ് കേട്ടോ പോയത്. 2 സൈഡിലും ബോഗൺ വില്ലാസൊക്കെ ആയിട്ട് നല്ല രസം അതിലൂടെ നടന്നു പോകാൻ. പിന്നെ ഈ ഫോർട്ടിൻ്റെ ഉള്ളിലേക്ക് എൻട്രൻസ് ഫീസ് ഉണ്ട്. പിന്നെ രാത്രി ആയതുകൊണ്ട് ഇവൻ സമ്മതിക്കാത്തതിനെ കൊണ്ട് ഞങ്ങൾ അതിൻ്റെ മുകളിലേക്ക് കയറാൻ നിന്നില്ല. പിന്നെ ഈ പാലസിൻ്റെ ബാക്കിൽ കടലാണ്. നല്ല ഭംഗിയാട്ടോ കാണാൻ, നല്ലൊരു വൈബ്. അവിടെ കുറേ നേരം നിൽക്കാൻ നല്ല രസമുണ്ടായിരുന്നു. പിന്നെ പാലസിൻ്റെ അങ്ങോട്ടേക്കും കണ്ടില്ലേ, അങ്ങോട്ടേക്കും കുറേ ബിൽഡിംഗ് ഉണ്ട്, ഇങ്ങോട്ടേക്കും കുറേ ബിൽഡിംഗ് ഉണ്ട്. പിന്നെ അതിൻ്റെ ബാക്കിലൊക്കെ നല്ല ഗാർഡനും പിന്നെ ഹെലികോപ്റ്റർ ഇറങ്ങാനുള്ള സൗകര്യം ഒക്കെ ഉണ്ട്. നല്ലതാണ് കാണാൻ. അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടെ നിന്ന് നേരെ മത്രയിലേക്കാണ് പോയത്. മത്രയിൽ ഇപ്പോൾ കുറച്ചായിട്ടുള്ളൂ ഇങ്ങനെ ഒരു വാട്ടർ ഫൗണ്ടൻ തുടങ്ങിയിട്ട്. ഞങ്ങൾ 2-3 മാസം മുന്നേ വന്നപ്പോൾ ഇങ്ങനത്തെ സംഭവം കണ്ടില്ല. അതുകൊണ്ട് ഇത് ഫുള്ള് കണ്ടിട്ടാട്ടോ ഞങ്ങൾ ഇവിടുന്ന് പോകുന്നത്. പിന്നെ മോന് പോരണമെന്നേ ഉണ്ടായിരുന്നില്ല, വെള്ളമാണല്ലോ. വെള്ളത്തിൽ കളിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ബഹളം വെച്ചുകൊണ്ടേയിരിക്കുന്നു. എങ്ങനെയോ ഒരു വിധത്തിലാണ് ഓനെ പറഞ്ഞ് ഞങ്ങൾ വണ്ടി കയറ്റി കൊണ്ടുപോയത്. പിന്നെ ഇവിടുന്ന് ഇറങ്ങിയിട്ട് ഞങ്ങൾ നേരെ പോയത് ഒപ്പേര ഹൗസിലേക്കാണ്. ഇതും ഞങ്ങളെ ഫ്ലാറ്റിൻ്റെ അടുത്ത് തന്നെയാണ്. പക്ഷേ എന്താ ചെയ്യുക, ഇപ്പോഴാണ് എല്ലാത്തിൻ്റെ ഒരു സമയം വന്നതെന്ന് പറഞ്ഞില്ലേ. പക്ഷേ എന്ത് ചെയ്യാനാ, പകൽ വരണേന്ന് ഇവിടെയൊക്കെ. ഇതിൻ്റെ ഉള്ളിലേക്ക് കയറണമെങ്കിലും സമയമൊക്കെ ഉണ്ട്. രാവിലെ 9 മണി തൊട്ടിട്ട് 5 മണി വരെ എത്തിയാന്ന് തോന്നുന്നുണ്ട് ഇതിൽ ഓപ്പൺ ടൈം. അതുകൊണ്ട് അതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പറ്റിയില്ല. പക്ഷേ പുറത്തൊക്കെ കണ്ട് നല്ല രസമുണ്ടായിരുന്നു കാണാൻ. ഒപ്പേര ഹൗസിൽ വെച്ചിട്ടാണ് ഈ മ്യൂസിക്കൽ പരിപാടീസും അങ്ങനത്തെ വലിയ വലിയ പരിപാടികളൊക്കെ ഇതിൻ്റെ ഉള്ളിൽ വെച്ചിട്ടാട്ടോ നടക്കൽ. പിന്നെ നാഷണൽ ഡേ ആയതുകൊണ്ട് നല്ല രസമായിരുന്നു കാണാൻ. നല്ല ലൈറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല രസമുണ്ടായിരുന്നു കാണാൻ. ഞങ്ങൾ അവിടെ നിന്ന് കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിരുന്നു. പിന്നെ അവിടെ തന്നെ ഉണ്ട് ഒപ്പേര ഗാലറി. അപ്പോൾ എന്തായാലും വന്നതല്ലേ, അവിടെയും കൂടി ഒന്ന് പോകാമെന്ന് വിചാരിച്ച്. പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ കാര്യമായിട്ട് കാണാനൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഒരു മിനി മോൾ എന്നൊക്കെ പറയാം. കാരണം കുറേ കോഫി ഹൗസും പിന്നെ വലിയൊരു പിയാനോയും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ. പിന്നെ ഇവിടെ 2 നല്ല സ്റ്റാച്യൂസ് ഉണ്ട് ഡ്രസ്സിൻ്റെ. അത് നല്ല വിലപിടിപ്പുള്ള മെറ്റീരിയൽ കൊണ്ട് ഉണ്ടാക്കിയതാണ്. 2 ആൾക്കാരുടെ പേരൊക്കെ അവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. പിന്നെ പേൾ കൊണ്ടാണ് ഉണ്ടാക്കിയതെന്നൊക്കെ കേട്ടോ പറയുന്നത്. അത് നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. സ്മെല്ലൊക്കെ ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട്, അതിൽ എഴുതിയിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് ഞങ്ങൾ
പിന്നെ മെല്ലെ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ, ഗുഡ് നൈറ്റ്.